മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഏക സൊല്യൂഷനാണ് യോഗ എന്ന് പറയുന്നത്. നമുക്ക് യോഗ എങ്ങനെ ചെയ്യാം, എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീകാര്യം ജംഗ്ഷനിൽ തന്നെയുള്ള ബി സ്ട്രോങ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണ്. നമുക്ക് ഇവിടുത്തെ ട്രെയിനറിനെ പരിചയപ്പെട്ട് നമുക്ക് യോഗയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അത് പോരാതെ ഒരു ബിഗിനർ ലെവൽ യോഗ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് അനന്തു, നമ്മുടെ ബി സ്ട്രോങ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലെ ട്രെയിനറാണ്. അപ്പം നമുക്ക് അനന്തു ആയിരിക്കും ഇന്ന് എന്താണ് യോഗ, എങ്ങനെയാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വെൽബീയിങ് ഒഴികെ നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ വരികയോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോവുകയോ പുറത്തൊരു സ്ഥലത്ത് പോയി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പലർക്കും പറ്റില്ല. കാരണം ഞാനൊരു വർക്കിംഗ് വിമൻ ആണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൽ നിന്നും കുറേ സമയം ഇവിടെ ജിമ്മിൽ ട്രാവലിംഗ് ടൈമും ഒക്കെ ഹാൻഡിൽ ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അനന്ത് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ നമ്മുടെ ഫിറ്റ്നസ് ജേർണി ഒന്ന് ട്രിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് യോഗയിലൂടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അനന്തു എന്ന് പറഞ്ഞു തരുന്നത്. സോ ഓവർ ടു അനന്തു, എങ്ങനെയാണ്, അപ്പൊ എന്താണ് നമുക്ക് ഈ യോഗ തരുന്ന ഒരു ഗുഡ് കാര്യം എന്താണ്? അതെ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും മാക്സിമം ജിമ്മിൽ വരാനോ സ്റ്റുഡിയോയിൽ ഒന്നും ചെയ്യാനോ സമയം കിട്ടുന്നില്ല. ഇവരുടെ ലൈഫ് സ്റ്റൈലായാലും വർക്ക് ലൈഫ് ബാലൻസിങ്ങും കുറെ അവർക്ക് പറ്റാതായിരിക്കുന്ന മെയിൻ ഇഷ്യൂസ് അറിയാം. ഇപ്പൊ ഈ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ഇപ്പം പ്രായമായവരാവട്ടെ എല്ലാവരും ഇപ്പൊ യോഗ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ സ്റ്റുഡിയോ തന്നെ വരണം, നമുക്കത് അതുകൊണ്ട് മടിച്ച് വരാതിരിക്കുന്നവരും കുറെ പേരുണ്ടാവും. അതിപ്പം ചിലപ്പോൾ സമയം കിട്ടാറില്ല, വർക്ക് ലൈഫ് ബാലൻസിങ് കൊണ്ടും അവരുടെ സ്ട്രെസ് ആയിരിക്കും, അവരുടെ കുറെ ഡിപ്രഷൻ ഫേസ് കുറെ പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ വേണ്ടിയാണ്, അങ്ങനെയൊന്നുമല്ല. പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ആൻസൈറ്റി ലെവൽ, നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. ഇപ്പൊ കുട്ടികൾക്ക് തന്നെ നല്ല ഒബ്സെറ്റ് ആണ്. ഇപ്പൊ ഈ കുട്ടികൾ വളർന്നു വരുന്നത് പിന്നെ ഇപ്പം കുറച്ച് ഈ കൂനൊന്നും പ്രോപ്പറായിട്ട് അവർക്ക് ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ പോസ്റ്റ് പോലും ഇപ്പൊ ഇല്ലാതെ ഇരിക്കുന്നത്. ജനറേഷൻ തന്നെ പറ്റുന്ന സാധനമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ബിഗിനറാണ് അനന്തു, എനിക്ക് യോഗയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ എന്നെ എങ്ങനെയാണ് അനന്തു യോഗ ട്രെയിൻ ചെയ്യാൻ? ഉറപ്പായിട്ട് നമുക്ക് ആസന ബേസ് നമ്മളിപ്പോ പ്രോപ്പറായിട്ട് ഓരോ ആസനം ചെയ്താലും അതുപോലെ ബ്രീതിങ് ടെക്നിക്സ്, യോഗ എന്ന് പറയുന്നത് തന്നെ ബ്രീതിങ് ടെക്നിക്സും നമുക്ക് ആസനാസം, നമ്മുടെ പോസ്റ്റേഴ്സ് ആണ്, ഫ്ലെക്സിബിലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ചെറിയ ചെറിയ ആസനാസം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 7 ആസന തന്നെ ചെയ്യാൻ പറ്റും. അതിന് എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പില്ലോ തന്നെ മതിയാവും, ഒരു മാറ്റ് ഉണ്ടാവും, മാറ്റ് തന്നെ മതിയാവും. നമുക്ക് അങ്ങനെ വെച്ച് ചെറിയ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് യോഗയുടെ ഒരു തുടക്കം ഇന്ന് തന്നെ കുറിക്കാം. ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ യോഗയുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അനന്തു, ഏത് ആസനമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് തടാസനയാണ്. ഓക്കെ, തടാസന എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ബേസ് നമ്മുടെ എങ്ങനെയാണ് നിൽക്കുന്ന പോസ്റ്റർ കറക്റ്റ് ആവണം ആദ്യം. ഓക്കെ, അതാണ് ഓവറോൾ ബോഡി മസിൽസ്. അതുപോലെ തന്നെ നമ്മൾ സിയാറ്റിക്ക സ്പേസ് കുറേ പെയിൻസ് ഉണ്ടാവും, കുറേ പേർക്ക് പെയിൻ ഉണ്ടാവും. അതെല്ലാം ഒന്ന് മാറ്റുന്ന പോലെയും നന്നായിട്ട് നമ്മുടെ ഒരു പോസ്റ്റർ കറക്ഷനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയാണ് നമ്മൾ തടാസന ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിൽക്കാറുണ്ട്, എല്ലാ ദിവസവും എപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ എങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ആസനം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഉറപ്പായിട്ടും. അത് നമ്മൾ നിൽക്കേണ്ടത് കുറച്ചുകൂടി ഒന്ന് വൈഡ് അപ്പാർട്ട്, പ്രോപ്പർ സ്റ്റാൻഡ് നിൽക്കുക, നേരെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ ചെസ്റ്റ് ലെവൽ കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആയിരിക്കുക. ബോഡി സ്ട്രെങ്ത്, പോസ്റ്റർ കറക്റ്റായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കോർ നല്ല എൻഗേജ് ചെയ്ത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. പതിയെ നിന്നിട്ട് സ്ലോലി നമ്മുടെ കാഫ് ഫേസ്, നമ്മുടെ ടോ റൈസ് ഒന്ന് പതുക്കെ ഒന്ന് റേസ് ചെയ്യുക. ബോഡി ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയിട്ട് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ താഴുക. ഒരു ബിഗിനർ ലെവലാകുമ്പം ആദ്യമേ അവർക്ക് ഫുള്ളി വന്ന് നിർത്തി ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണത് ലൈക്ക് സ്ലോലി നമ്മൾ റേസ് ചെയ്യുന്നു, അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്യുക, പതുക്കെ അവിടെ നിന്ന് നേരെ സ്ലോലി ഇറക്കി ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് വിടാതെ നോക്കുക, ബ്രീത്തിങ് പ്രോപ്പർ ആവുക. ആ സമയത്ത് ലൈറ്റായിട്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ കൈ ഒന്ന് റേസ് ചെയ്ത്, ഓക്കെ, പതിയെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് റേസ് ചെയ്ത് ലെഗ് ഒന്ന് റേസ് ചെയ്ത് പതിയെ നമ്മളെ കൊണ്ട് പതുക്കെ ഹാൻഡ് ഒന്ന് സ്ട്രൈറ്റ് ആക്കി ഒന്ന് ഹോൾഡ് ചെയ്യുക. ബോഡി ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പതിയെ എൻഗേജ്, പതുക്കെ എപ്പോഴാണ് പോകുന്നത് അപ്പോൾ പതിയെ താഴുക, കൈ പതുക്കെ. ഓക്കെ, സ്ലോലി ചെയ്താൽ മതി.
ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലം? എനിക്ക് ആക്ച്വലി കാഫിനൊക്കെ ഭയങ്കര ഒരു റിലാക്സ്ഡ് അതെ അതെ, നമ്മളൊരു ഓവറോൾ സ്ട്രെയിൻ ഉണ്ടാവും. ആദ്യമേ നമ്മളിപ്പോൾ ഒരു പ്രാക്ടീസ് റെഗുലർ പ്രാക്ടീസ് കാരണം നമുക്ക് അത് ഓക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ.